കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പി ദിവ്യ കുറ്റക്കാരിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വന്ന് ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് ADM കെ നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. പ്രതിസ്ഥാനത്ത് പി ദിവ്യ മാത്രമാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നും കുടുംബം ആരോപിച്ചു. വേറൊരു അന്വേഷണ ഏജൻസി വേണമെന്ന നിലപാടിൽ നിയമപോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ മുൻ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടത്, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ്. അതിൽ പറയുന്നു, ഇതിൽ പി ദിവ്യ മാത്രമല്ല കുറ്റക്കാരി, അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, അതിനെക്കുറിച്ചൊന്നും അന്വേഷണം പോകുന്നില്ല, അതിൽ തൃപ്തിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം അത് വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അതിനായുള്ള നിയമപോരാട്ടം തുടരുമെന്നും കൂടി ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കുടുംബത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നുകൂടി അറിയണം. പ്രജിൻ, കണ്ണൂർ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് 5 മാസത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ പി ദിവ്യ മാത്രമാണ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷ പി ദിവ്യ മാത്രമാണ് പ്രതി. മറ്റൊരു പ്രതി കേസിലില്ല. ഇതിൽ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ഈ അധിക്ഷേപം, അതായത് നവീൻ ബാബുവിനെതിരെയായിട്ട് യാത്രയപ്പ് ചടങ്ങിലെത്തി നടത്തിയ അധിക്ഷേപം അത് ആസൂത്രിതമായി നടത്തിയതാണ്. നേരത്തെ തന്നെ ഉറപ്പിച്ച് പി ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നതാണ്. അതിനു മുമ്പ് ഈ കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ച് ഈ യാത്രയപ്പ് ചടങ്ങിനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഫോൺ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പ്രാദേശിക ചാനലായിട്ടുള്ള കണ്ണൂർ വിഷനെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അവരെ ഏൽപ്പിക്കുന്നു. ആ ദൃശ്യങ്ങൾ കൈക്കലാക്കിയതിന് ശേഷം ആ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നു. അതായത് താൻ പറഞ്ഞ കാര്യങ്ങൾ, നവീൻ ബാബുവിനെതിരെയുള്ള അധിക്ഷേപം കൃത്യമായി പ്രചാരണമായി മുന്നോട്ട് പോകണം എന്ന് പി ദിവ്യ ആഗ്രഹിച്ചിരുന്നു. ഈ അധിക്ഷേപത്തെ തുടർന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതൊരു കണ്ടെത്തൽ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 72 സാക്ഷികളുടെയാണ് മൊഴിയെടുത്തത്. അതിൽ ഈ വിവാദ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ്റെ ഉൾപ്പെടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ രീതിയിൽ മാത്രം അവസാനിപ്പിക്കേണ്ടതാണോ ഈ അന്വേഷണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ നേരത്തെയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അതിൻ്റെ ഗൂഢാലോചന എന്ന തലങ്ങളിലേക്കായി അന്വേഷണം പോകുന്നില്ല എന്ന വിമർശനം, ആരോപണം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ലഭിച്ചത്. ഈ കുറ്റപത്രം പുറത്തു വരുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിലും ഇതിൽ വലിയ ഗൂഢാലോചന നടന്ന ഏതെങ്കിലും മറ്റാർക്കെങ്കിലും പങ്കുള്ള, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പങ്കുള്ള ഒരു ഗൂഢാലോചനയായി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളില്ല. ഇതിൽ വ്യാജ പരാതികൾ ആദ്യഘട്ടത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഒരന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് തെളിവില്ല. പക്ഷേ ഇവർ നേരത്തെ ഫോണിൽ നവീൻ ബാബുവും TV പ്രശാന്തനും നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയെന്നൊക്കെയുള്ള തെളിവുകൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷേ പണം കൈമാറിയതിന് തെളിവില്ല. അങ്ങനെ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലാതിരിക്കെ, അത് റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ വിജിലൻസ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് അതെല്ലാം ഒരു വശത്തുണ്ട്. അപ്പോൾ തെളിവില്ലാതിരിക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു പരാതി നൽകിയത്, വ്യാജ പരാതി സൃഷ്ടിച്ചത്, വിജിലൻസിന് പരാതി നൽകി എന്ന് പറയുന്നു. അപ്പോൾ ഈ വ്യാജ പരാതി സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലും അന്വേഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഇത് അന്വേഷണം എത്തിയിട്ടില്ല, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വിമർശനം അവിടെ നിലനിൽക്കുകയാണ്. അവർ സുപ്രീം കോടതി വരെ പോകും എന്നറിയിക്കുന്നുണ്ട്. പക്ഷേ വിശദമായ അന്വേഷണം നടത്തി എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണം. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും പങ്കുവച്ചത്.